ഹായ് ഹലോ, നമുക്കിന്ന് പുതിയൊരു കേക്ക് വ്ലോഗ് കാണാം. ഇന്ന് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് 1 kg റെഡ് വെൽവെറ്റ് കേക്കും പിന്നെ റാഫെല്ലോ കേക്കുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 കേക്കും 6 ഇഞ്ചിലാണ് ബേക്ക് ചെയ്യുന്നത്. രണ്ടും ഒരുമിച്ച് ഞാൻ സ്റ്റാൻഡ് മിക്സറിൽ ബീറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ സെപ്പറേറ്റ് ചെയ്തതാണ്. കാരണം രണ്ട് ഫ്ലേവറും 2 കളേഴ്സൊക്കെ ആയതുകൊണ്ട് രണ്ടും ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം റാഫെല്ലോ കേക്ക് സെറ്റ് ചെയ്യുക. ഇതിൽ ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ടും പിന്നെ മിൽക്ക് മെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ക്രീം സെറ്റ് ചെയ്യണത്. അപ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഈ ഒരു ക്രീം നമ്മൾ ഒറിജിനൽ റാഫെല്ലോടെ ആ ഒരു ഫ്ലേവർ വന്നിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഉള്ളിലായിട്ട് ഫില്ലിങ് കൊടുക്കുന്നത് നമ്മൾ ബദാം കട്ട് ചെയ്തതും പിന്നെ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മിൽക്ക് മെയ്ഡും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു 2 കേക്കും റെഡ് വെൽവെറ്റ് കേക്ക് ആയാലും റാഫെല്ലോ കേക്ക് ആയാലും നമ്മൾ നോർമൽ ഷുഗർ സിറപ്പ് എല്ലാം ആഡ് ചെയ്യുക. ഞാൻ മിൽക്ക് മെയ്ഡ് വെച്ചിട്ടാണ് കേട്ടോ ആ ഒരു വെറ്റ് ചെയ്യാറ്. മിൽക്ക് മെയ്ഡ് ഒഴിച്ചത് മിൽക്കിൽ ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ വെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറ്. അപ്പോൾ ആദ്യം 2 കേക്കും നമ്മൾ ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഡിസൈനിങ് ഒക്കെ പിറ്റേ ദിവസമാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഈ ഒരു കേക്ക് രണ്ടും സർപ്രൈസ് ആയിട്ട് കൊടുക്കാനുള്ളതാണ്. നമ്മളെടുത്ത് മോഡലൊന്നും പറഞ്ഞിട്ടില്ലേ, അപ്പോൾ നമ്മളിഷ്ടത്തിന് ചെയ്യാനുള്ളതാണ് കേട്ടോ. റെഡ് വെൽവെറ്റിന് നമ്മളെടുത്ത് മോഡൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ റാഫെല്ലോക്ക് നമ്മളിഷ്ടത്തിന് ചെയ്യാൻ പറഞ്ഞു. കാരണം ആ ഒരു കേക്കിൻ്റെ കൂടെ നമുക്ക് ഹാമ്പേഴ്സ് കൊടുക്കാനുണ്ട്. അപ്പം ഞാൻ കസ്റ്റമറിൻ്റെ അടുത്ത് അതിന് മാച്ചായിട്ട് കേക്ക് ചെയ്യാമെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് അപ്പോൾ എന്താണോ തോന്നുന്നത് ആ ഒരു മോഡൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു റെഡ് വെൽവെറ്റ് കേക്കിന് നമ്മൾ ഓൾറെഡി ചെയ്ത ഡിസൈൻ തന്നെയാണ് കസ്റ്റമർ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 കേക്കും നമുക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാനുള്ള കേക്കാണ് കേട്ടോ. റെഡ് വെൽവെറ്റ് കേക്ക് ഞാൻ 5 ലേയേഴ്സ് ആയിട്ടും റാഫെല്ലോ കേക്ക് ഞാൻ 4 ലേയേഴ്സ് ആയിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആണ്. രണ്ടും 2 ടൈപ്പിലാണല്ലോ ഫില്ലിങ്സ് കൂടുതലുള്ളത്. 4 ലേയേഴ്സ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് 1 kg മുകളിലായിട്ട് നല്ല വെയിറ്റ് ഉണ്ടാവും കേട്ടോ ഈ ഒരു കേക്ക്, ഫില്ലിങ് കൂടുതലുള്ളതുകൊണ്ട്. അപ്പോൾ നമ്മൾ വൈറ്റ് ക്രീമിൽ കേക്ക് ഞാൻ ഫുള്ള് ഫൈനൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസൈൻ ചെയ്യാന്നുള്ളത് നമ്മുടെ ഹാമ്പേഴ്സ് ഉണ്ടല്ലോ, ഹാമ്പേഴ്സിന് മാച്ചായിട്ടുള്ള ഫ്ലവേഴ്സ് തന്നെയാണ് നമ്മൾ ഈ ഒരു കേക്കിലേക്കും വെക്കേണ്ടത്. അപ്പോൾ വൈറ്റ് കളേഴ്സൊന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ഹാമ്പേഴ്സും കേക്കും എല്ലാം നമ്മൾ കോളേജിലേക്കാണ് കേട്ടോ എത്തിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ വെഡിങ് കഴിഞ്ഞിട്ട് അവരുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ കോളേജിൽ ഇവിടെ വീടിൻ്റെ അടുത്ത് കോളേജിലാണ് വൈഫ് പഠിക്കണത്. അപ്പോൾ കോളേജിലേക്ക് എത്തിച്ചു കൊടുക്കാനാണ് കേട്ടോ. അവരുടെ ഫ്രണ്ട്സ് സർപ്രൈസ് ആയിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കോളേജിലേക്ക് എത്തിച്ചു കൊടുത്താൽ മതി കേട്ടോ. റെഡ് വെൽവെറ്റ് കേക്കിൽ നമ്മൾ വൈറ്റ് ക്രീം തന്നെയാണ്. 2 കേക്കും വൈറ്റ് ക്രീമിൽ ഫ്രോസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു ഡിസൈനിങ് ആണല്ലോ, ഈ ഒരു റെഡ് ഹാർട്ട്സ് നമ്മൾ ഫോണ്ടനിൽ കട്ട് ചെയ്തിട്ട് അതും നമ്മൾ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ വർക്കും കംപ്ലീറ്റ് ആയിട്ടാണ് കേട്ടോ നമ്മൾ കിടക്കുന്നത്. കാരണം നമ്മൾ കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിൽ പെട്ടെന്ന് ഓർഡേഴ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ നമുക്ക് കഴിയില്ല ചെയ്യാൻ. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് അടുത്ത കേക്കിനുള്ള ഓർഡർ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കൊടുക്കാനാണ് നമ്മളടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂടെ അത് നമ്മൾ സെറ്റ് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് കേട്ടോ വേറൊരു കേക്കിനും കൂടി ഓർഡർ വന്നത്. അപ്പോൾ 2 കേക്ക്, 1/2 kg കേക്കും പിന്നെ ഒരു 1 kg കേക്കും അങ്ങനെയാണ് കേട്ടോ നമുക്ക് ഇതാണ് നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക്. ഇത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നമ്മൾ ചെയ്ത ഡിസൈൻ തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാൻ കേക്കിൻ്റെ മുകളിലായിട്ട് നമ്മൾ പാരറ്റ് നൈഫ് വെച്ചിട്ട് മുകളിലേക്ക് വലിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വൈറ്റ് ഷുഗർ ബോൾസും പിന്നെ ഈ ഒരു ഫോണ്ടൻറ്റിൽ നമ്മൾ കട്ട് ചെയ്ത റെഡ് ഹാർട്ട്സും കൂടി വെച്ച് കൊടുത്തിട്ട് പിന്നെ മുകളിൽ നമ്മൾ അവരുടെ നോട്ട്സും പിന്നെ ഫോണ്ടൻറ്റ് ഇല്ല കേട്ടോ മുകളിൽ വെച്ചിട്ടുള്ളത്. അത് നമ്മൾ ഷോപ്പിൽ നിന്ന് റെഡിമെയ്ഡ് മേടിക്കുന്നതാണ്, എഡിബിളല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. 4 കേക്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയപ്പോൾ പുലർച്ചെ 3 മണി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഹാമ്പേഴ്സ് സെറ്റ് ചെയ്യാം. അവരുടെ കപ്പിൾസിൻ്റെ ഫോട്ടോസും നമുക്കൊരു ഫോട്ടോ ഫ്രെയിമാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ കുറച്ച് ഡയറി മിൽക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ സെറ്റ് ചെയ്തതല്ല കേട്ടോ, അനിയത്തി സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് വീട്ടിലേക്ക് അയച്ചതായിരുന്നു. അപ്പോൾ അവളാണ് ഹാമ്പേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ തലേന്ന് തന്നെ സെറ്റ് ചെയ്തിട്ട് അവൾ അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് ഇങ്ങോട്ട് ഡെലിവറി ചെയ്തപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വാച്ച് ഇവിടെ എൻ്റെ അടുത്താണ് കൊടുത്തു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വെച്ച ആ സെയിം ഫ്ലവേഴ്സ് മാച്ചായിട്ടുള്ള ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് ഞാൻ കേക്ക് സെറ്റ് ചെയ്യാൻ പോണത്. കേക്ക് ഫുൾ വൈറ്റ് ആണല്ലോ.
ഇനി നമ്മൾ ആ ഒരു കോമ്പിനേഷൻ തന്നെ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ ഗോൾഡനിലെ ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും കൂടി കേക്കിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ഡിസൈൻസ് ഒന്നുമില്ല കേട്ടോ. പിന്നെ ഒരു ലവ് ഷേപ്പിലുള്ള ഒരു അക്രലിക്കിൻ്റെ ടോപ്പറും കൂടി ഫ്രണ്ടിലായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെയും ഹാമ്പേഴ്സിൻ്റെയും ഒക്കെ ഫുൾ സെറ്റിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും ചെയ്യണേ. അപ്പോൾ നമ്മൾ ഓരോ കേക്കായിട്ട് ഡെലിവറി ചെയ്യാണ്. നമ്മൾ ആദ്യം റെഡ് വെൽവെറ്റ് കേക്ക് ആദ്യം കൊണ്ടായിരുന്നു. പിന്നെ വന്നൊരു ഓർഡർ ഉണ്ടല്ലോ, ആ ഒരു കേക്ക് ഇങ്ങനെയാണ് കേട്ടോ കസ്റ്റമർ ഡെക്കറേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർ പറഞ്ഞ പോലെ അത് സെറ്റ് ചെയ്തിട്ട്